فيا زينة الدنيا ويا غاية المنى فمن ذا الذي عن حسين وجهك يبصر صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية فثلثك كافور وربعك عنبر وخمسك ياقوت وباقيك جوهر صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. സമാദരണീയരായ പണ്ഡിതന്മാരെ, സ്നേഹസമ്പന്നരായ മാതാപിതാക്കളെ, പ്രിയമുള്ള കർമ്മോത്സുകരായ കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും SYSൻ്റെയും SSFൻ്റെയും SBS-ൻ്റെയും പ്രവർത്തകരെ, കരുണക്കടലായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദുദ്യമം സമ്പൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഒന്നു ഭവിച്ചുപോയ സർവദോഷങ്ങളും പടച്ച തമ്പുരാൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അവൻ്റെ ഇഷ്ടത്തിലായി ജീവിച്ച് സത്യവിശ്വാസികളായ സഹോദരങ്ങൾ, സഹോദരിമാർ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് പോലെ സ്വർഗത്തിൻ്റെ സുന്ദരമായ ചിത്രം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് വിട പറയുന്ന സദ്വൃത്തരിൽ അല്ലാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും പറയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന ആനുകാലികമായ കാലിക പ്രസക്തമായ ഒരു പ്രമേയത്തോടെ ആഗോളതലത്തിൽ ശബ്ദമെത്തുന്ന നിലയ്ക്ക് അൽഹംദുലില്ലാ നമ്മുടെ SSFൻ്റെ യൂണിറ്റ് സമ്മേളനങ്ങൾ സമുചിതമായി മലയാളി മനസ്സുകളെ ഇളക്കിമറിച്ചുകൊണ്ട് വിശ്വാസികളുള്ള ഭാഗങ്ങളിലൊക്കെ നടത്തപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പ്രോഗ്രാമുകളും വളരെ വലിയ വിജയത്തിലെത്തിച്ച് പൂർണ്ണ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. ധാരാളം മഹാന്മാരായ സാദാത്യങ്ങളും പണ്ഡിതന്മാരും ഒക്കെ നമ്മുടെ ഈ സദസ്സിന് ആത്മീയമായ അലങ്കാരമായി സാന്നിധ്യമരളിയിട്ടുണ്ട്. അല്ലാഹു അവർക്കെല്ലാം ഖൈറും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആധുനിക കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന നമ്മൾ ധാരാളം ആത്മീയമായ അപകടങ്ങളിലും അപജയങ്ങളിലുമാണ്. മുഴുവൻ വിഷയങ്ങളെയും വിസ്തരിക്കൽ ചുരുങ്ങിയ സമയം കൊണ്ട് സാധ്യമല്ല എന്നത് പരിസരത്തെ പ്രതികൂലതകൾ, പ്രയാസങ്ങൾ, പരിഭവങ്ങൾ, പരിഭ്രമങ്ങൾ ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്ക് ഏറെക്കുറെ അറിയാവുന്നതാണ്. സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഭയപ്പെടേണ്ടുന്ന ഒരു കാലമാണ്.
പഴയ കാലത്തിലുപരി നമ്മുടെ മുൻഗാമികളായ പൂർവികരായ പിതാക്കന്മാരും പ്രപിതാക്കന്മാരും വളരെ ആശങ്കയോടുകൂടി കണ്ടിരുന്ന മഹാപാപങ്ങളും പാതകങ്ങളും നിസ്സാരവൽക്കരിക്കപ്പെട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരുന്നോ എന്ന് നമ്മൾ വളരെ ഭയത്തോടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നൊരു കാലമാണ്. നമ്മുടെ മുൻഗാമികളായ സ്വാലിഹീങ്ങളായ ആളുകൾ, അവർക്ക് രക്ഷപ്പെടാൻ ധാരാളം സ്വർഗ കവാടങ്ങൾ അവരുടെ പരിസരങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്ന് ആ സ്വർഗ കവാടങ്ങളെ തുറക്കപ്പെടണമെങ്കിൽ അധ്വാനവും ക്ഷമയും ആത്മീയ അവബോധമുള്ള കരുത്തുറ്റ കാൽവപ്പുകൾക്ക് മാത്രമേ സാധ്യമാകുന്നുള്ളൂ. ധാരാളം പ്രഭാഷണങ്ങളും ധാരാളം ആത്മീയമായ വേദികളും നമ്മുടെ നാടിനെ സമ്പന്നമാക്കുന്നു എന്നത് നഗ്നമായ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ചില ഉപരിവിപ്ലവങ്ങൾക്ക് വഴിമാറുന്നുവോ എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം കൂടിയാണ്. നമുക്കാവശ്യം തൊലിപ്പുറത്തെ ചികിത്സയല്ല, ആത്മാവിലേക്ക്, ഹൃദയത്തിലേക്ക്, ആഴങ്ങളിലേക്ക് സ്പർശിക്കുന്ന ആത്മാർത്ഥമായ ഇടപെടലുകളും. പ്രഭാഷണം തീരുമ്പോഴത്തേക്ക് നീ പഠിച്ചു തീരുമോ? ആത്മാർത്ഥമായ ഇടപെടലുകളാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിശാലമായ ഒരാമുഖത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ചെറിയ പ്രതികൂലതകൾ നമ്മുടെ ഈ സൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് കേൾക്കുന്ന നിങ്ങൾക്കറിയാം. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് തന്നാൽ ഞാൻ മോശക്കാരനാവും. അതാണ് കാലം. എന്തായിരുന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള ഒരു സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് പോലെയുള്ള ഒരു തിയറിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വേദികളിൽ പങ്കെടുക്കുന്നവർക്കറിയാം, കൂടുതൽ വാട്സ് ഒന്നും വേണമെന്ന് ഞാൻ പറയാറില്ല. 2 ബോക്സ് ആണെങ്കിൽ ഉള്ളത് ക്ലാരിറ്റി ആവുക, ഉള്ളത് ഉഷാറാവുക. 1 ബോക്സ് മതി, ഉള്ളത് നല്ല മട്ടമാണ്. 2 ആൾ മതി, 10,000 പേരൊന്നും വേണ്ട. ഉള്ള 2 ആളുകൾ എന്നെ ശ്രദ്ധിച്ചിരിക്കുക, എത്ര പോളിസിയുള്ളൂ, കൂടുതലൊന്നുമില്ല, എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്നതാണ്. അള്ളാഹു ആ പോളിസിയിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. പ്രവാസികളായ സഹോദരങ്ങളൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ് എന്നെ വീക്ഷിക്കുന്നത്. ഞാൻ എന്താണിപ്പോൾ അവരോട് പറയുക എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ആകെ വ്യാകുലപ്പെടുകയാണ്. എന്തായിരുന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകുലതകളോടി തന്നെ എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള പ്രവാചക പരിശേട്ടരുടെ വളരെ പരിപാവനമായ നാമത്തെയാണ് നമ്മളിവിടെ കേട്ടിട്ടുള്ളത്. ആത്മീയമായ അനുരാഗത്തിന്റെ പ്രതികരണം ഈ സദസ്സിൽ നിന്നുണ്ടാകൽ അനിവാര്യമാണ്. ഇതൊരു സുന്നത്ത് ജമാഅത്തിന്റെ ഒത്തുകൂടലാണ്, സമ്മേളനമാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് എല്ലാ ആളുകളും ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ ഉറച്ചു സ്വലാത്ത് ചെല്ലാനുള്ളൊരാവേശം നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും പുറത്തേക്ക് വരുത്തുവാനുള്ളൊരു അനുരാഗാവേശം കാണിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുക. ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിശാലമായ ആദർശം ലോകത്ത് പരിചയപ്പെടുത്തുമ്പോൾ എല്ലാവരും പൂവിട്ട് പൂജിച്ചുകൊണ്ട് ആദ്യം തന്നെ ആ പരിശുദ്ധമായ വിധാനത്തിലേക്ക് കടന്നു വന്ന് ഈ ഒരു ആദർശത്തെ സ്വീകരിച്ച ചരിത്രം ലോകത്തിൽ നമുക്ക് വായിക്കാൻ സാധ്യമല്ല. ധാരാളം പ്രതികൂലതകളിലൂടെയും ധാരാളം പ്രയാസങ്ങളിലൂടെയും ധാരാളം പ്രകമ്പനങ്ങളിലൂടെയാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ ഈ ആദർശത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. നമുക്കറിയാം,
ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 വർഷക്കാലം ചരിത്രങ്ങൾ ഉറങ്ങുന്ന മക്കയുടെ മടിത്തട്ടിലൂടെ കടന്നുപോയി. ആ മക്ക മണലാരുണ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രവാചക പരിസരരുടെ പരിസരത്തുള്ള ആളുകൾ അവർക്കൊരു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയില്ല. അവർക്കാകെ പരിചയമുള്ളത് അബ്ദുള്ളയുടെ ആമിനയുടെ മകനാണ്. ഖുറൈശി തറവാട്ടിലെ മാന്യനായ ഒരു ദേഹത്തെയാണ് പരിസരത്തുള്ള ആളുകൾക്ക് പരിചയമുള്ളത്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ നീണ്ട 40 വർഷക്കാലം ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട്, വിശിഷ്യ മക്കക്കാരോട് ഈ അമൂല്യമായ, അതുല്യമായ, അമേയമായ, അവാദ്യമായ ആദർശത്തെ പരിചയപ്പെടുത്താതിരുന്നത്? ഈ ആദർശം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിളംബരം ചെയ്യുമ്പോൾ പ്രവാചകരുടെ വ്യക്തിശുദ്ധിയും പ്രവാചകരുടെ അംഗീകാരവും പ്രവാചകർ ലോകത്തോട് വിളംബരം ചെയ്യുമ്പോൾ അനിവാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകരെ പരിസരത്തുള്ള, പിന്നീട് പ്രവാചകന്റെ കബന്ധത്തിനെതിരെ വാളൂങ്ങാനുള്ള ശത്രുവിഭാഗം ഞാനിനി പറഞ്ഞ ഞാൻ മോശക്കാരനായി ആളുകളെ ആള് മോശക്കാരനാന്ന് പറഞ്ഞു നമ്മളിടങ്ങറാക്കാണ് ചിലരുടെ പരിപാടി. പറഞ്ഞാൽ കേൾക്കൂല. മുപ്പരൊക്കെ സലാമത്തായി ബാക്കിൽ പോയി നിൽക്കുക, വിളിച്ച് സ്വീകരിച്ചുകൊണ്ട് വന്നിട്ട് എന്താ ചെയ്യുക? ഒക്കെ അൽഹംദുലില്ലാ നല്ല കാശ് കൊടുക്കുന്നില്ല, അത്യാവശ്യം സൗണ്ട് ഉണ്ട്, നല്ല സെറ്റിങ്സ് ആണ്. ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരാളിനെ പിടിച്ചെടുത്തുണ്ടേ. ഇത് നിങ്ങൾ വെച്ച സാധനങ്ങൾക്ക് ഉചിതമായ നിലയ്ക്ക് ആളുകൾ കേൾക്കാൻ ഒരാളിനെ അറിയുന്ന ഒരാളെ ഇരുത്തണ്ടേ. അവരെ കുറ്റപ്പെടുത്തല്ല, കുട്ടികളാണ് അവർ. സെറ്റൊന്നും മോശമൊന്നുമില്ല, എല്ലാ സൗകര്യമുണ്ട്. മാറിയും തിരിഞ്ഞും മഴവില്ല് പോലെ സൗണ്ടുകൾ വരുന്നുണ്ടില്ലേ, നിറം മാറി കേൾക്കുന്നില്ലേ? ഇനി ഒരുപാട് കേൾക്കാനുണ്ട്. സഹോദരങ്ങളെ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 വയസ്സുവരെ അവർക്കിടയിൽ ജീവിക്കുമ്പോൾ അവിടുന്ന് ഒരു പേര് പരിസരത്തുള്ള, പിന്നീട് ശത്രുക്കളാകാനുള്ള ആളുകൾ വിളിക്കുകയുണ്ടായി. ഏതാണ് ആ പേര്? നമുക്കെല്ലാം അറിയാം. മദ്രസ പാഠങ്ങളിൽ നിന്ന് തന്നെ നമ്മളത് പഠിച്ചതാണ്. ഞാൻ പറയുന്ന വിഷയങ്ങൾ നിങ്ങൾ ആസ്വദിക്കാൻ വന്നവരല്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയും. ആസ്വദിക്കാൻ വന്നവർക്ക് ഇവിടെ അവസരമില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താണ്. വിഷയങ്ങളൊക്കെ പറയും, ഒരു പൊടിയും പൊടിക്കണം. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ് പോലെ മുമ്പോട്ട് പോകാം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. വിഷയങ്ങൾ വേണ്ടതുപോലെ പഠിക്കാനും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി പറയാനും അവൻ്റെ പൊരുത്തത്തിലായി കേൾക്കാനും നാഥൻ നമ്മെ തുണക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ അമീൻ എന്ന ഒരു പേര്. അൽ അമീൻ, വിശ്വസ്തൻ, സത്യസന്ധൻ. ഉമ്മയിട്ട പേരല്ല, ബാപ്പയിട്ട പേരല്ല, കുടുംബക്കാരിട്ട പേരല്ല, തന്റെ ഇഷ്ടജനങ്ങൾ ഇട്ട പേരല്ല, ശത്രുവിഭാഗം ഇട്ട പേരാണ്. ലോകത്തിൽ ഒരുപാട് ആചാര്യന്മാരും അപ്പോസ്തലന്മാരും യോഗികളും യാഗികളും ത്യാഗികളും ആത്മീയ ആചാര്യന്മാരും കടന്നുപോയിട്ടുണ്ട്. അങ്ങനെ സമൂഹത്തിൽ നിന്ന് അവർക്കൊരു അംഗീകാരം ഇതുപോലെ വാങ്ങിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് നിഷ്പക്ഷമായി ചരിത്രം അന്വേഷിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും, അന്വേഷിക്കുന്ന ആളിനും മനസ്സിലാകും. അങ്ങനെ ഒരു നാമം, വിശ്വസ്തനായ ഒരു മാന്യദേഹമെന്ന് 40 വർഷക്കാലത്തെ ജീവിതം കൊണ്ട് ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാങ്ങിവെച്ചു. ആ സർട്ടിഫിക്കറ്റ് വാങ്ങിവെച്ചിട്ടാണ് ആദർശത്തിന്റെ പ്രബോധന രംഗത്തേർക്കിറങ്ങുന്നത്.
ആലോചിക്കണം സഹോദരങ്ങളെ, എന്റെ മുമ്പിലിരിക്കുന്ന അഹ്ലുസുന്നയുടെ പടയാളികളായ ആളുകൾ ചിലപ്പോൾ തലനരച്ചവരുണ്ടാകും, ചെറിയ മക്കളുണ്ടാകും. പക്ഷേ എല്ലാ ആളുകളുടെയും ഹൃദയാന്തരാളം ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വിളക്കി ചേർത്തു തന്ന സുന്നത്ത് ജമാഅത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സ് ഒരുപോലെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ടാണ് ഇല്ലായ്മയിൽ നിന്ന് ഈ അത്ഭുതം സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ നേടിയെടുത്തത്? എന്തുകൊണ്ടാണ് ശൂന്യതയിൽ നിന്ന് ഈ മഹാവിപ്ലവം സാധിച്ചെടുത്തത്? ആഗോള തലത്തിൽ നമ്മുടെ ശബ്ദം എത്തുന്നു എന്ന് ഞാൻ ബോധപൂർവം പറഞ്ഞതാണ്, വന്നുപോയവര് പൊഴിവാക്കല്ല. നമ്മൾ കേരളത്തിന്റെ പച്ചപ്പുകളിൽ ഈ വിപ്ലവ വീര്യത്തോടെ ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്നുള്ള ഒരു ടോപ്പിക്കുമായി മുന്നോട്ട് കടന്നു പോകുമ്പോൾ സഹോദരങ്ങളെ, ആഗോളതലത്തിൽ ഇതിനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്, ശ്രദ്ധിക്കപ്പെടുകയാണ്. അത് വിശദീകരിക്കാനുള്ള സമയം പോരാ. ഞാൻ പറഞ്ഞു വന്നത്, എന്തുകൊണ്ടാണ് ആളുകൾ കൊല്ലപ്പെടുമ്പോഴും ആളുകൾ വേട്ടയാടപ്പെടുമ്പോഴും ആളുകളുടെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവ് ഏൽപ്പിക്കുമ്പോഴും കള്ളനെന്ന് മുദ്ര കുത്തുമ്പോഴും കല്ലെറിയുമ്പോഴും കാപാലികരെന്ന് പറയുമ്പോഴും കുഴപ്പം ഉണ്ടാക്കുന്നവരെന്ന് പറയുമ്പോഴും ആളുകൾ ഈ മഹാപ്രസ്ഥാനത്തെ അടുത്തറിഞ്ഞ് ഒഴുകുന്നത് എന്തുകൊണ്ടാണ്? ഈ പ്രസ്ഥാനം ആർജിച്ചെടുത്ത വിശ്വാസം കൊണ്ടാണ്. 40 വയസ്സുവരെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേടിയെടുത്ത ആ ഒരു വിശ്വാസയുടെ അംശം, അൽ ഉലമാ വറസത്തുൽ അംബിയാ, ഉലമാക്കൾ അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. നമ്മൾ എന്തുകൊണ്ട് ഖമറുൽ ഉലമയെ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അവിടുത്തെ വ്യക്തിശുദ്ധി നമുക്ക് വ്യക്തമായതുകൊണ്ടാണ്. എന്തുകൊണ്ട് താജുൽ ഉലമയുടെ പിന്നിൽ നമ്മൾ അണിനിരക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടുത്തെ വലിയ മഹത്വമുള്ള ഒന്നല്ല ഒട്ടനവധി കറാമത്തുകൾ നമ്മുടെ അറിവിൽ ഉണ്ടായതുകൊണ്ടാണ്. സഹോദരങ്ങളെ, എന്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായി നമ്മൾ നിലകൊള്ളുന്നു എന്ന് ചോദിച്ചാൽ ഇത് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. കാരണം ആർക്കും വോട്ട് പിടിക്കാനുള്ളതല്ല, വ്യക്തിശുദ്ധി നമുക്ക് വ്യക്തമായതുകൊണ്ട് വോട്ട് കുറയ്ക്കാനുള്ളതല്ല. എന്തുകൊണ്ട് താജുൽ ഉലമയുടെ പിന്നിൽ വിളിക്കാനുള്ളതല്ല ചോദിച്ചാൽ കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ, നല്ല ഒട്ടനവധി നമ്മെ സഹായിക്കുന്നവർ നമ്മുടെ അറിവിൽ ഉണ്ടായതുകൊണ്ട് നമ്മെ സഹായിക്കുന്നവർ സഹോദരങ്ങളെ നമ്മുടെ കൊണ്ട് ആഗ്രഹിക്കാത്തവരായി നമ്മൾ നിലകൊള്ളുന്നു എന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ സ്വർഗ്ഗത്തെ സഹായിക്കണമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഒരു മനസ്സെങ്കിലുമുള്ളവർ ആർക്കും അവരേത് പാർട്ടിയാണെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യൽ ബൗദ്ധികമായ ബുദ്ധിപരമായ ഒരു നീക്കത്തിന്റെ പിന്നിലാണ്. ആരുടെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങിയിട്ടല്ല. നിങ്ങൾ ആലോചിക്കണം. ഞാൻ കൂടുതൽ അതിന്റെ വിശദാംശങ്ങളുടെ തലങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. നിങ്ങൾ കണ്ടറിഞ്ഞ് സഹോദരങ്ങളെ പ്രവർത്തിക്കണം എന്ന് മാത്രം ഞാൻ തൽക്കാലം ആ ഒരു വാക്കിൽ ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, പുതിയ തലമുറയുടെ പ്രവർത്തന മേഖലകൾ, ന്യൂ ജനറേഷൻ എന്തുകൊണ്ടാണ് തിരുത്തെഴുതപ്പെടേണ്ടതുണ്ട് എന്ന് ഈ വല്ലാത്ത ഒരു പ്രമേയത്തോടെ മുന്നോട്ട് പോയി സമരവീര്യത്തോടെ മുന്നോട്ട് പോകാൻ കാരണമെന്താണ്? ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നുപോയപ്പോൾ ധാരാളം ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ക്ഷമയില്ലാതെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു ദീനിന്റെ ദാഇയാൻ നമ്മളെ കൊണ്ടാവുകയില്ല. നിങ്ങൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, പുണ്യപ്രവാചകർ ഈ 40-ാമത്തെ വയസ്സിൽ ചരിത്രമുറങ്ങുന്ന ഹിറാ ഗുഹരത്തിൽ ഹബീബായ നബിതങ്ങൾ ചിന്താനിമഗ്നനായിരിക്കുമ്പോൾ, ഏകനായിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചിറകടിച്ചു വരികയാണ്. ഇഖ്റ, നിങ്ങൾ വായിക്കണം നബിയെ. വലിയ ഒരു വിപ്ലവ വീര്യത്തിന്റെ തുടക്കമാണ്. അത്ഭുതങ്ങളുടെ മഹാത്ഭുതത്തിന്റെ പ്രാരംഭദശയാണ്. ഹബീബായ നബിതങ്ങൾ ലോകത്തോട് വിളംബരം ചെയ്യാനുള്ള പ്രഖ്യാപനമാണ് ഈ ആദർശത്തെ. എല്ലാ ആളുകളെയും വിളിച്ചുകൂട്ടി ആമിനാന്റെ മുത്തുമോൻ. നിങ്ങൾ ആ പശ്ചാത്തലം ആലോചിക്കണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ഒരൊറ്റ അക്ഷരം പോലും അന്നുവരെ ആരും എതിർത്തു പറഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ വിശ്വാസ്യത കൊണ്ടും അവിടുത്തെ സ്വഭാവ വൈശിഷ്ട്യം കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലായിരുന്നു അവരുടെ മുതലുകൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത്. കാഫിരീങ്ങളുടെ, ശത്രുക്കളുടെ മുതലുകൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അത് പേടിക്കണ്ട, അത് ആമിനയുടെ മകൻ, അബ്ദുള്ളയുടെ മകൻ, ഖുറൈശി തറവാട്ടുകാരൻ മുഹമ്മദിന്റെ പക്കൽ കൊടുത്താൽ അത് ഭദ്രമാണ് എന്ന് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വിളിച്ചുകൂട്ടി. അല്ലേ, തൊട്ടടുത്ത പർവ്വതത്തിലേക്ക് അവിടുത്തെ മുഅ്ജിസത്തിന്റെ വിരൽ ചൂണ്ടി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവരോടൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ആ കാണുന്ന പർവ്വതത്തിനപ്പുറം വലിയ ഒരു സമൂഹം ആളുകൾ സർവായുധ വിഭൂഷകരായി നിങ്ങളോട് സമരം ചെയ്യാൻ, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ, നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നാട്ടുകാരോടാണ് ചോദ്യം. ആ പ്രിയങ്കരായ നാട്ടുകാർ ഒന്നിച്ചു പറയാണ്, അല്ലയോ മുഹമ്മദേ, ഞങ്ങളത് വിശ്വസിക്കും. കാരണം ഇന്നുവരെ ഞങ്ങളോട് നീ കളവ് പറഞ്ഞിട്ടില്ല. ഇന്നുവരെ കളവ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കളവിനോട് ലാഞ്ചനയുള്ളൊരു വാക്കുപോലും നിങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന പ്രഖ്യാപനങ്ങൾ ഞങ്ങൾ വിശ്വസിക്കും. ആ വിശ്വാസ്യത ഒന്നുകൂടി ഹബീബായ നബി തങ്ങൾ കൈവരിച്ചുകൊണ്ടതാ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഈ കാണുന്ന നീലാകാശമുണ്ടല്ലോ, അതിലൂടെ വട്ടമിട്ട് പറക്കുന്ന പറവകളുണ്ടല്ലോ, അമ്പരചുംബികളായ പർവ്വതങ്ങളുണ്ടല്ലോ, ഈ അണ്ടകടാകത്തിലെ മുഴുവൻ സൗകുമാരികതകളും സൃഷ്ടിച്ച ഒരു ഖാലിഖായ, മാലിക്കായ, റാസിഖായ ഒരു അല്ലാഹു ഉണ്ട്. അവനാണ് ലോകത്തിന്റെ അധിപനും ആരാധനക്കർഹനും. അവനല്ലാത്ത ഒരു ഇലാഹുമില്ല. അതുകൊണ്ട് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ ഇതാ നിങ്ങളോട് വലിയ ഒരു സത്യം പറയുകയാണ്. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. വ അന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ തിരുദൂതരാണ്. നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു പ്രഖ്യാപനം നടത്തിയപ്പോഴാണ് ഹബീബായ നബിതങ്ങൾക്ക് ബദ്ധവൈരികൾ ഉണ്ടായത്, നബിതങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടായത്. സത്യം തുറന്നു പറയുന്നവർക്കും അതിന്റെ പശ്ചാത്തലങ്ങളെ പറയുന്നവർക്കും എന്നും ധാരാളം ശത്രുക്കൾ ഉണ്ടാകും. പറയുന്നത് സത്യമാണ് എന്നതിന്റെ അടയാളമാണ്. നിങ്ങൾ ആലോചിക്കണം സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ പ്രസ്ഥാനം നമ്മൾ നെഞ്ചിലേറ്റുമ്പോൾ കഴിഞ്ഞുപോയ പ്രയാസ പ്രതിസന്ധികളെക്കുറിച്ച് ഒരൽപ്പം നിങ്ങൾക്ക് ഊർജമുണ്ടാകാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. കടന്നുപോകാം ചെറുപ്പക്കാരാ, ഈ ആധുനിക കാലഘട്ടത്തിലെ വല്ലാത്ത അപകടങ്ങൾ. എന്തിനു വേണ്ടിയിട്ടാണ് അല്ലാഹു നല്ല ഒരു യുവത്വം തന്നത്? എന്തിനു വേണ്ടിയാണ്? നല്ല ആരോഗ്യമുള്ള, ചങ്കൂറ്റമുള്ള, ചങ്കുറപ്പുള്ള, ചോരത്തിളപ്പുള്ള, ആരെയും വെല്ലുവിളിക്കാൻ കരുത്തുള്ള, ആർജവമുള്ള ഒരു യുവത്വം അല്ലാഹു നൽകിയത് എന്തിനാണ്? ആ യുവത്വം കൊണ്ട് ആഭാസങ്ങളോട് അടുപ്പം കാണിക്കാനല്ല, ആഭാസങ്ങളോട് അടുപ്പം കാണിക്കാനല്ല, ആധുനികതയുടെ പളപളപ്പിൽ നട്ടം തിരിയാനല്ല, അവന്റെ വിലപ്പെട്ട സമയങ്ങൾ ഏതെങ്കിലും നെറ്റ്വർക്കുകളിൽ ഹോമിച്ചു തീർക്കാനല്ല, ഏതെങ്കിലും കലാ കായിക രംഗങ്ങളിൽ ശോഭിക്കുന്നവർക്ക് മുന്നിൽ തീർക്കാനുമുള്ളതല്ല. ഈ ലോകം നൈമിഷികമാണെന്ന് ചിന്തിക്കുന്ന ആള്, മരണം കൊണ്ട് തുടങ്ങുന്ന മരണമില്ലാത്ത ഒരു ലോകമുണ്ടല്ലോ, മരണം കൊണ്ട് തുടങ്ങുന്ന ഒരു ലോകം, മരണമില്ലാത്ത ഒരു ലോകം. വൽ ആഖിറതു ഖൈറു വ അബ്ഖാ, വൽ ആഖിറതു ഖൈറു വ അബ്ഖാ. പരലോകമുണ്ടല്ലോ, ആ
ആ പരലോകം നല്ല ക്ലാരിറ്റി ആണെങ്കിൽ ഇനി എങ്ങനെ പിടിച്ചാലും പൊട്ടൂല. ക്ലാരിറ്റി ഉള്ള മൈക്കിൽ ഇച്ചിരി ഇങ്ങനെ പിടിച്ചാൽ സൗണ്ട് കൂടുവന്നേ ഉള്ളൂ, പൊട്ടൂല. ഏത് ഓപ്പറേറ്ററെ ഞാൻ വിളിച്ചോണ്ട് വരും. ഓരോന്ന് പരീക്ഷണം നടക്കട്ടെ. ഞാൻ ആളുകളെ മുമ്പിൽ മോശക്കാനാവട്ടെ. അവനെ എന്താ ചെയ്യുക? എന്ത് വിഷമമാണില്ലേ? ഉണ്ടാൻ പറ്റൂലല്ലോ, ഇന്ത്യ കഴിഞ്ഞില്ലേ. ഷാക്കിർ ബാക്ക ഇവിടെ വന്നിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. എന്താ പറഞ്ഞേ? മോനെ ബാസും പൈസ കുറച്ചു പോയി, ആളുകൾക്ക് തിരിയട്ടെ. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ ഞാനും ആലോചിക്കുന്നു. എന്താ പറഞ്ഞു നിർത്തിയ? വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ, വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ. മോനെ ആരെങ്കിലും വരുമോ? ആരെങ്കിലും വരുമോ ഹബീബേ? എന്ത് മനുഷ്യന്മാരാ! എന്തായാലും നാളെ മൂപ്പർക്കല്ലല്ലോ വയലോ പറയുന്നത്. ഞാൻ ശരിയാക്കി വെച്ച് പോകുമ്പോഴേ അപ്പോഴത്തേക്ക് എൻ്റെ സമയം കഴിയും. വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ, ആ പുണ്യമായ പരലോകമാണ്, അനന്തമായ പരലോകമാണ് മനുഷ്യന് ജീവിക്കാനുള്ളത്. ഇവിടെ ഒന്നിനും സ്ഥായീ ഭാവമില്ല, ഇവിടെ ഒരു വസ്തുവിനും സ്ഥായീ ഭാവമില്ല. അനശ്വരത എന്ന് പറയുന്നത് ഈ ഭൂമി ലോകത്തില്ല. അടിച്ചു പൊളിച്ച് തല്ലി തകർക്കുന്ന ആഭാസങ്ങളെ പ്രണയിക്കുന്ന പുതിയ തലമുറയോടാണ് ഞാൻ പറയുന്നത്. മോനെ, ഇവിടുത്തെ പളപളപ്പുകൾ, നിന്റെ ആരോഗ്യം, നിന്റെ മസിൽ പവർ, നിന്റെ സൗന്ദര്യവും, നിന്റെ എല്ലാം ഒരു പ്രഭാതത്തിനൊരു പ്രദോഷം പോലെ. മോനെ പണിഞ്ഞു കുളവാക്കല്ലേ, ആദ്യം വെച്ചോലവേ. ഒരു പ്രഭാതത്തിനൊരു പ്രദോഷം പോലെ, ഒരു രാവിന് ഒരു പകല് പോലെ, ലോകത്തിൽ മാറ്റങ്ങൾ വരുന്നത് പോലെ ആരോഗ്യം പ്രഭാതത്തിലുള്ള ആള് പ്രദോഷമാകുമ്പോൾ രോഗിയാവുകയാണ്. പ്രദോഷത്തിൽ കിടന്നുറങ്ങുന്ന ആള് അടുത്ത പ്രഭാതമാകുമ്പോൾ അവൻ ചേതനയേറ്റു കിടക്കുകയാണ്. ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പറഞ്ഞത്, ചെറുപ്പക്കാരാ, ഗൗരവത്തിലൊന്ന് ചിന്തിക്കാനാണ് ഞാൻ പറയുന്നത്. വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. ഒരൊറ്റ ആയുസ്സാണ് നമുക്കുള്ളത്, ഒരൊറ്റ അവസരമാണ് നമുക്കുള്ളത്. ഈ പരീക്ഷണ ലോകത്ത് അത് തകർത്തു കളഞ്ഞാൽ അല്ലാഹുവിന്റെ പരലോകത്തിൽ വിരലുകൾ കടിച്ചു മുറിക്കുന്ന ആളുകൾ ഉണ്ടാകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ്. അത് ആലങ്കാരിക പ്രയോഗമല്ല. വിരലുകൾ കടിച്ചു മുറിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഖേദം കൊണ്ട് സ്വന്തം വിരലുകൾ കടിച്ചു മുറിക്കുമെന്നാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഏറ്റവും വലിയ ഒരു മനുഷ്യന് സംഭവിക്കുന്ന ഖേദം എന്താണെന്നറിയുമോ ചെറുപ്പക്കാരാ? അവന്റെ ആരോഗ്യമുള്ള സമയങ്ങളുണ്ടല്ലോ, നല്ല ഊർജ്ജസ്വലതയുള്ള സമയമുണ്ടല്ലോ,
സ്വർഗം വാങ്ങാനുള്ള സമയമുണ്ടല്ലോ, നരകമോചനം ലഭിക്കാനുള്ള സമയമുണ്ടല്ലോ, മരണപ്പെടുന്ന സമയം ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോൾ ആ അസ്റായീലിനെ വിരുന്നൊരുക്കി സന്തോഷത്തോടെ വിട പറയാനുള്ള ആരോഗ്യമുള്ള സമയം, സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പ്രവർത്തിക്കേണ്ട സമയം, ഖബറിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് നൗമത്തിൽ അറൂസ്, ഒരു പുതിയ പിള ഉറങ്ങുന്നത് പോലെ ആലോചിക്കണം. ഇതാരാണ് ഈ പാഠങ്ങൾ പഠിപ്പിച്ചു തന്നത്? ഇതൊരു സാങ്കല്പിക ലോകത്തുള്ള ഒരു നേതാവല്ല. പച്ചയായി 1500 വർഷങ്ങൾക്കപ്പുറം ലോകത്ത് ഇതിഹാസങ്ങൾ രചിച്ച, ലോകത്ത് അത്ഭുതങ്ങളുടെ വീഥികളിലൂടെ കടന്നുപോയ പ്രവാചകരെ കുറിച്ച് ആരൊക്കെ പഠിച്ചുവോ അവരെല്ലാം പ്രവാചക സമയമഹത്വങ്ങൾ ഖബറിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഒരു പുതിയ പിള ഉറങ്ങുന്നത് പോലെ ആലോചിക്കണം. ഇതാരായ യാഥാർത്ഥ്യങ്ങളാണ് സഹോദരങ്ങളെ, ആലോചിക്കണം. ആ പുണ്യപ്രവാചകരാണ് പറയുന്നത്. ചോദ്യങ്ങൾ ഓരോന്നും ഖബറിൽ ചോദിക്കുമ്പോൾ ചെറുപ്പക്കാരാ ചിന്തിക്കണേ. നിന്റെ ഹൊറർ ഫിലിംസിലുള്ള ആ സറൗണ്ട് സൗണ്ടിലുള്ള എഫക്റ്റ് അല്ല സഹോദരാ ഖബറിലുള്ള എഫക്റ്റ്. നിന്റെ കണ്ണടയുമ്പോൾ, നിന്റെ ദുനിയാവിലുള്ള തിരശീല വീണുമാറുമ്പോൾ പുതിയ ഒരു ലോകമാണ് കടന്നു വരുന്നത്. ആ ലോകത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഒരിക്കലും ഒരു മനുഷ്യന് പോലും സങ്കൽപ്പിക്കാൻ സാധ്യമല്ലാത്ത ഒരു ലോകമാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യപ്രവാചകരുടെ പേര് കേൾക്കുമ്പോൾ ആവേശത്തിൽ സ്വലാത്ത് ചൊല്ലാനുള്ള ഒരനുരാഗമുണ്ടാകണേ. നഫസീലേ നമഹൽ സറാ തേര ഫർശ് ഹേ വഹി ബൂരിയാം. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹോദരങ്ങളെ അവിടുന്ന് പറയുകയാണ്, ഖബറിലേക്ക് ചോദ്യങ്ങൾ ഒന്നൊന്നായി വരികയാണ്. അതിനെല്ലാം മറുപടി പറയാൻ ആരോഗ്യമുള്ള സമയത്തെ അധ്വാനം കൊണ്ടേ സാധ്യമാകൂ. ഇത് കളിയല്ല. ഇത് SSFന്റെ ഒരു യൂണിറ്റിന്റെ കേവലം ഒരു സമ്മേളന നഗരിയിലൂടെ കടന്നു പോകുന്ന വചനങ്ങളായി ഇതിനെ ഒതുക്കരുത്. എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മാറ്റത്തിന്റെ ഇടിപ്പിടക്കങ്ങൾക്ക് കാരണമാകുന്ന ഒരു കണ്ണ് നമ്മുടെ ഹൃദയത്തിലുണ്ട്. ആ ഹൃദയം തുറന്നൊന്ന് കാണാൻ മനുഷ്യ നിനക്കെപ്പോൾ കഴിയുന്നുവോ? ഹൃദയത്തിലുള്ള കാതുകൾ തുറന്ന് എപ്പോൾ കേൾക്കാൻ നീ സജ്ജനാകുന്നുവോ? നിന്റെ രക്ഷയുടെ കവാടങ്ങൾ അപ്പോൾ തുറക്കുകയാണ്. നീ പിന്നെ മനോഹരമായ ആത്മീയതയുടെ ഗിരിശൃംഗങ്ങളിലേക്ക് പടിപ്പടിയായി കയറിപ്പോവുകയാണ്. ഈ ലോകത്തിന്റെ നിസാരത നിന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. പരലോകത്തിന്റെ വിശാലതയുടെ വിധാനം നിനക്ക് ഓർമ്മ വരികയാണ്. ഞാൻ പറഞ്ഞത് പുതിയ തലമുറയോടാണ് പറഞ്ഞത്. അങ്ങനെ ഖബറിൽ കിടക്കുമ്പോൾ ചോദ്യങ്ങൾ ഒന്നൊന്നായി കടന്നു വരുമ്പോൾ അതിന് മുഴുവനും മറുപടി പറഞ്ഞു തീരുമ്പോൾ ആ റഹ്മത്തിന്റെ മലക്കുകളുടെ ഒരു ഓഫറാണ്. നമുക്ക് നൗമത്തിൽ അറൂസ്, നമുക്ക് നൗമത്തിൽ അറൂസ്. പുതിയ ആപ്പിളയെ പോലെ ഉറങ്ങിക്കോ. നിന്റെ ആരോഗ്യം അല്ലാഹു കൊടുത്തവനല്ലേ, നിന്റെ ആയുസ് റബ്ബിന് കൊടുത്തവനല്ലേ, നിന്നെ സൃഷ്ടിച്ച ഉടമസ്ഥനെ മറക്കാത്തവനല്ലേ. അസ്സലാത്തു ഖൈറും മിനൻ നൗം. പള്ളി മിനാരത്തിൽ നിന്നും ബാങ്കിന്റെ ആ വല്ലാത്ത ധ്വനികൾ മുഴങ്ങിയപ്പോൾ ഉറക്കത്തെക്കാൾ ഉത്തമം എന്റെ അള്ളാഹുവിന് കുനിഞ്ഞു വീഴാണല്ലോ. അവന് സുജൂദാണല്ലോ. ആ പുതപ്പിൽ നിന്നും എഴുന്നേറ്റുപോയത് ജിംനേഷ്യത്തിലേക്കായിരുന്നില്ല, ഹെൽത്ത് ക്ലബിലേക്കായിരുന്നില്ല. അവൻ ഏതെങ്കിലും ഒരു പോലീസോ അല്ലെങ്കിൽ ഒരു ഫയർഫോഴ്സിലോ ജോലി കിട്ടാൻ വേണ്ടി ആ സമയത്ത് അവൻ എഴുന്നേറ്റ് ഓടുകയാണ്. ദുനിയാവിന്റെ കാര്യത്തിനല്ല, പ്രഭാത സമയത്തിൽ അവൻ എഴുന്നേൽക്കുന്നത് നാഥനിലേക്ക് അടുക്കാനാണ്. ഈ ജീവിതം എപ്പോഴും അസ്തമിച്ചു പോകാനുള്ളതാണ് എന്ന ബോധത്തോടെ ഈ ദുനിയാവിൽ അധ്വാനിച്ച മനുഷ്യ,
നീ ഉറങ്ങിക്കോ മോനെ. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളം ഊതുന്നത് വരെ ഇതൊരു സ്വർഗ സമാനമായ ലോകമായി കണ്ട് സന്തോഷിച്ച് കബറിൽ കഴിഞ്ഞോ എന്ന് എന്നോടും നിങ്ങളോടും പറയുന്ന രൂപത്തിലാണോ എന്റെയും നിങ്ങളുടെയും യുവത്വം മുന്നോട്ട് കടന്നു പോകുന്നത്? ആലോചിക്കണം ചെറുപ്പക്കാര. എന്തുകൊണ്ടാണ് ആത്മീയമായ അപജയങ്ങൾ, എന്തുകൊണ്ടാണ് ആധുനിക യുവതയെ ഗ്രസിച്ചു പോയിട്ടുള്ളത്? വല്ലാത്ത അപകടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സുബ്ഹാനല്ലാഹ്, എവിടെയാണ് മോനെ നിനക്ക് ആത്മീയമായ പ്രഭാവങ്ങളുടെ പ്രൗഢിയും പ്രതാപവും എവിടെയാണ്? നിന്റെ ക്യാമ്പസുകളിൽ നിനക്ക് സ്വർഗ കവാടങ്ങളുണ്ടോ? നിന്റെ വീട്ടിന്റെ അരമനയുടെ അകത്തളങ്ങളിൽ അല്ലാഹുവിലേക്ക് അതിലയിക്കാനുള്ള അവസരമുണ്ടോ? നിന്റെ തൊഴിൽ മേഖലകളിൽ റബ്ബിലേക്ക് അടുക്കാനുള്ള അവസരങ്ങളുണ്ടോ? നിന്റെ ഫ്രണ്ട്ഷിപ്പിൽ റബ്ബുമായി അടുക്കാനുള്ള ഏതെങ്കിലും അവസരമുണ്ടോ? എവിടെയാണ് നിനക്കൊരു കൈമുതലായി ഒരു പിടിവള്ളിയുള്ളത്? ആലോചിക്കണം, സ്വത്വത്തോടൊന്ന് ചോദിക്കണം. ഏറ്റവും വലിയ അപകടങ്ങൾ എന്തുകൊണ്ടാണ്? അല്ലാഹുവിന്റെ ദുനിയാവ് അത് വിശാലമാണെന്ന് തോന്നിപ്പോയി. ഈ ദുനിയാവ് വിശാലമാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി. ദുനിയാവ് വളരെ പ്രവിശാലമാണല്ലോ, ഇവിടുത്തെ ജീവിതം അതിമനോഹരമാണല്ലോ. തബാറകല്ലദീ ബിയദിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. എന്തിനാണൊരു ജീവിതം, എന്തിനാണൊരു മരണം? സഹോദരങ്ങളെ, അല്ലാഹു തന്നെ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. കണ്ടോ ആ പദത്തിന്റെ പടച്ചവന്റെ പ്രയോഗം? ആദ്യം പറഞ്ഞത് ഹയാത്തല്ല, ജീവിതമല്ല. അല്ലദീ ഖലഖൽ മൗത, ആദ്യം പറഞ്ഞത് മരണമാണ്, പിന്നെയാണ് ഹയാത്ത് എന്ന് അല്ലാഹു പറയുന്നത്. കണ്ടോ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. എന്തിനാണ് ഒരു ജീവിതത്തെക്കാൾ വലിയ പ്രതിഭാസമുള്ള ഒരു മരണം? എന്തിനാണ് അതിന്റെ അതിന് മുന്നോട്ട് കടന്നിന് മുന്നിലായി കടന്നു വരുന്ന നൈമിഷികമായ ഒരു ജീവിതം? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. ആരാണ് നിങ്ങളിൽ, ആരാണ് നമ്മളിൽ സുഹൃതങ്ങളുടെ കൂട്ടുകാരൻ ആരാണെന്നറിയാനാണ്. ഇരുളിന്റെ കൂട്ടുകാരൻ ആരാണെന്നറിയാനാണ്. ആരാണ് സ്വർഗവാതായനങ്ങൾക്ക് വേണ്ടി അലഞ്ഞവൻ, അലിഞ്ഞു ചേർന്നവൻ? ആരാണ് നരക കവാടങ്ങളിലേക്ക് ആപതിച്ചു പോയവൻ? ഒരു തിരിച്ചറിവിന് വേണ്ടിയാണ് സഹോദരങ്ങളെ 10 ലക്ഷം സെൽസുകൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട നമ്മുടെ മസ്തിഷ്കം. അത് ദുനിയാവിന്റെ പ്രമത്തതയ്ക്ക് വേണ്ടിയല്ല, അത് അല്ലാഹുവിന്റെ പരലോകത്തിന് വേണ്ടി വഴിമാറാനുള്ളതാണ്. അപ്പോഴാണ് ഈ നമ്മുടെ ബ്രെയിനിന് വല്ലാത്ത ഊർജമുണ്ടാകുന്നത്. അപ്പോഴാണ് ചെറുപ്പക്കാരാ നമ്മുടെ ആത്മാവ് അത് ഉറഞ്ഞു പൊന്തുന്നത്, അതിന് പ്രോജ്വലമായ ഒരു പ്രഭയുണ്ടാകുന്നത്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ആധുനിക യുവതയുടെ അപകടങ്ങളുടെയും അപജയങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഈ ദുനിയാവിൽ എനിക്ക് വിശാലമായ ജീവിതമുണ്ടല്ലോ, ഈ ലോകത്തെ ജീവിതം അത് വിശാലമാണല്ലോ, ഈ ലോകത്തെ ജീവിതം അത് പ്രവിശാലമാണല്ലോ എന്നുള്ള തെറ്റിദ്ധാരണയാണ്. ആ ധാരണ ഈ സദസ്സിൽ വെച്ചൊന്ന് തിരുത്തുമോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അത് തിരുത്തുവാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയട്ടെയോ? മാതാവിന്റെ ഗർഭഗൃഹത്തിൽ, ഉമ്മയുടെ ഗർഭാശയത്തിൽ 9 മാസവും 14 ദിവസവും കഴിയുമ്പോൾ, ഒരു കുഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ, ആ കുഞ്ഞിന്റെ അടുക്കലേക്ക് ഒരു മലക്ക് കടന്നു വരികയാണ്. ഒരു മലക്ക് കടന്നു വന്നുകൊണ്ട് കുഞ്ഞിനോട് പറയുകയാണ്, കുഞ്ഞേ, നിന്റെ പാർപ്പിടത്തിനൊരു മാറ്റം വേണം. നിന്റെ ലോകം മാറാൻ പോകുന്നു. നീ വേറൊരു ലോകത്തിലേക്ക് കടന്നു വരാൻ പോകലാണ്. അതുകൊണ്ട് ഇനി ഗർഭഗൃഹത്തിൽ കിടക്കാൻ നിനക്ക് അവകാശമില്ല. ഈ ഗർഭലോകത്തിലുള്ള താമസം മതിയാക്കി പുറത്തേക്ക് കടന്നു വരണമെന്ന കുഞ്ഞിനോട് പറയുമ്പോൾ
ആ കുഞ്ഞ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ എവിടെ പോകാനാണ്? ചെറുപ്പക്കാരാ, ഹൃദയം തുറന്നൊന്ന് കേൾക്കണേ. പെങ്ങളെ, വിനീതന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ. വളരെ ഗൗരവത്തിലൊന്ന് ചിന്തിക്കണേ. ആ കുഞ്ഞു മലക്കിനോട് പ്രതികരിക്കുകയാണ്, ഞാൻ എവിടെ പോകാനാണ്? ഞാൻ എവിടെ പോകാനാണ്? ഉടൻ തന്നെ മലക്ക് പറയുന്നു, കുഞ്ഞേ, ഇത് നിനക്ക് നിവർന്ന് കിടക്കാൻ പോലുമുള്ളൊരവസരമുള്ള സ്ഥലമല്ല. പുറത്ത് ഭൂമിയുണ്ട്, വിധാനമാണ്, വിശാലമാണ്. അവിടെ പറവകളുണ്ട്, ജന്തുക്കളുണ്ട്, പക്ഷികളുണ്ട്, അത്ഭുതങ്ങളുണ്ട്, സൗകുമാരികതകളുണ്ട്, കളകളാരവം മുഴക്കുന്ന അരുവികളുണ്ട്, ആർത്തിരമ്പി വരുന്ന അലമാല തിരമാലകളുണ്ട്. ഒരുപാട് അത്ഭുതങ്ങളുടെ വിശാലമായ ലോകമാണ്. നിനക്ക് ആഘോഷിക്കാനുള്ളത്, സന്തോഷിക്കാനുള്ളത്. കുഞ്ഞേ, നീ കടന്നു വരണമെന്ന് മലക്ക് പറയുമ്പോൾ ആ കുഞ്ഞിന്റെ മറുപടി എന്താണെന്നറിയുമോ? ഈ വലിയ ലോകത്ത് നിന്ന് ഞാൻ എവിടെ പോകാനാണ്? ഇതിനേക്കാളും വലിയ ലോകമുണ്ടോ? ഇതിനേക്കാളും വലിയ ലോകമുണ്ടോ? ഇതിനേക്കാളും വിശാലമായ ലോകമോ? നീലാകാശമോ? പച്ചപ്പരപ്പോ? ഇതിനേക്കാളും വിശാലതയുള്ള ലോകമോ? ആ കുഞ്ഞു മലക്കിനോട് ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയുമോ? ആ ഇരുളടഞ്ഞ ഗർഭാശയമല്ലാത്ത ഒരു ലോകം അന്ന് വരെ കുഞ്ഞ് കണ്ടിട്ടില്ല. അതുകൊണ്ട് കുഞ്ഞതിനെ വിശ്വസിക്കാൻ പ്രയാസമാവുകയാണ്. അതുപോലെ ഭൂമിയുടെ ഭ്രൂണക്കുഞ്ഞുങ്ങളായ പാവപ്പെട്ട നമ്മൾ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവിശാലമായ പരലോകം, ആ പരലോകത്തെക്കുറിച്ച് നമ്മോട് പറയപ്പെടുമ്പോൾ നമ്മളും ചിന്തിച്ചു പോവുകയാണ്, ഈ ഭൂമിയേക്കാൾ വലിയ ലോകമുണ്ടോ? അതെന്ത് ലോകമായിരിക്കും? കാരണം ഇതിനപ്പുറത്തുള്ള ഒന്ന് നമ്മൾ കണ്ടിട്ടില്ല. ഉണ്ട് എന്ന് നമ്മളോട് പറഞ്ഞത് 7 ആകാശങ്ങളും കടന്നുപോയ ഒരു നായകനല്ലയോ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. 7 ആകാശങ്ങളും കടന്നുപോയി. 3×10⁸ വേഗതയിലാണ് പ്രകാശത്തിന്റെ സഞ്ചാരം. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ, ഒരു മിനിറ്റിൽ 1,85,00,000 കിലോമീറ്റർ, ഒരു ദിവസം 90,000 കോടി കിലോമീറ്റർ പ്രകാശത്തിന്റെ സഞ്ചാര വേഗതയാണ്. ആ വേഗതയെപ്പോലും പരാജയപ്പെടുത്തിക്കൊണ്ട് കടന്നുപോയ ലോക നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് സുന്നി സമ്മേളനമാണ്. ഇത് ആരംഭപ്പൂ പ്രതീക്ഷയോടെ വീക്ഷിക്കുന്ന ഒരു സദസ്സാണ്. നമ്മുടെ പ്രതികരണം പിന്നെയും തളർച്ചയിലാണ്. ഉയർന്നു പൊന്തട്ടെ. ഏറ്റവും വലിയ സിന്ദാബാദ് നമുക്കുള്ളത് ഏതെങ്കിലും രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് വേണ്ടിയല്ല. നമ്മുടെ ആദർശം ഒരാളുടെ കാൽച്ചുവട്ടടിയിലും അടിയറ വെക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും വോട്ട് ചോദിച്ച് നമ്മുടെ നേതാക്കന്മാരുടെ സ്ഥാപനങ്ങളിൽ ക്യൂ അല്ലയോ സഹോദരങ്ങളെ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ അങ്ങനെ ഒരു പ്രതിഭാസം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലുണ്ടോ? എല്ലാ ആളുകളും ക്യൂവില. മുഖ്യമന്ത്രിയാണ് അതിന് നേതൃത്വം. സുബ്ഹാനല്ലാഹ്, ആളുകളും ക്യൂവിലാണ്. ഇങ്ങനൊരു പ്രതിഭാസം കേരളത്തിൽ രണ്ടാമതൊരു പ്രസ്ഥാനത്തിന്റെ നേതാവിന് പറയാൻ, കാണിച്ചു തരാൻ പറ്റുമോ ചെറുപ്പക്കാരാ? എന്നാലും നിന്റെ അവകാശങ്ങൾ ഇവിടെ, എന്നാലും നിന്റെ അവകാശങ്ങൾക്ക് ഇവിടെ വിലയുണ്ടെന്ന് പറയാം. ഇല്ല സഹോദരങ്ങളെ, അതാണ് ഞാൻ പറഞ്ഞത്. അടിയറ വെക്കപ്പെടാത്തത് കൊണ്ടാണ്. കറുത്തതും വെളുത്തതും ചുവന്നതും പച്ചയും താമരയും വിരിഞ്ഞതും വിരിയാത്തതും എല്ലാവരും ക്യൂവിലാണ്. കാരന്തൂരിലെ ക്യൂവിലാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇതാണ് നമ്മുടെ മുൻഗാമികളായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അസ്ഥിവാരമിട്ട സമസ്തയുടെ ലക്ഷ്യം.
ആർക്കും അടിയറ വെക്കപ്പെടാത്തത് കൊണ്ട് എല്ലാ രാഷ്ട്രീയ തമ്പുരാക്കന്മാരും നമ്മുടെ കാൽച്ചുവട്ടിൽ വന്നുപോയി. ഒരോട്ടെങ്കിലും അവർ ചോദിച്ചു പോയില്ലയോ? അത് ഈ പ്രസ്ഥാനത്തിന്റെ പ്രൗഢിയാണ്. അത് ത്യാഗം കൊണ്ട് നേടിയെടുത്തതാണ്. അത് ചോര കൊടുത്ത് നേടിയെടുത്തതാണ്. അത് പല ബന്ധങ്ങളും കൊടുത്ത് നേടിയെടുത്തതാണ്. അത് പല കല്ലേറുകളും കൊടുത്ത് നേടിയെടുത്തതാണ്. അല്ലാഹുവേ, ഇതിനെ ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ. ചാനലുകാർക്ക് മൊത്തം ചർച്ചയാണ്, മൂല്യന്മാർക്ക് പിന്നെ ഇത് അസൂയ ഉണ്ടായിരിക്കുമോ? എല്ലാ ക്യാമറ അങ്ങോട്ടായി. എന്താ മൂപ്പര് പറയുന്നത്? ആർക്കാ സപ്പോർട്ട്? എന്താണ് ചർച്ച? എന്താണ് പ്രഖ്യാപനം? എല്ലാം അവിടെയാണ് ക്യാമറ. മഹാനായ പി ഉസ്താദ് ഒന്ന് പുഞ്ചിരിച്ചാൽ ഉടൻ തന്നെ എല്ലാ ചാനലുകളുടെയും മൈക്കുകൾ അവിടെ എത്തിപ്പോയി. കാരണം എന്താണ്? ആ വാക്കിന് കഴമ്പുണ്ട്. ഇന്നുവരെ മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. ഇന്നുവരെ മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. എന്തുകൊണ്ട് നമ്മൾ ഇത് നേടിയെടുത്തു? നിസ്വാർത്ഥമായ പ്രവർത്തനം കൊണ്ടാണ്. ഇനിയും കടന്നു പോകണം. പിടിച്ചടക്കാനുള്ള കോടി വിശ്വാസികളുടെ മനസ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ലോകോത്തരത്തിലുള്ള പ്രമേയം. എന്റെ പ്രിയപ്പെട്ടവരെ, പുതിയ തലമുറ കേരളത്തിൽ മാത്രമല്ല, പുതിയ തലമുറ ഇന്ത്യയിൽ മാത്രമല്ല, പുതിയ തലമുറ യൂറോപ്പിൽ മാത്രമല്ല, ഈ ഭൂഗോളത്തിൽ, ഈ ഭൂഗോളത്തിൽ, ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്രയോ എത്രയോ പ്രൗഢിയുള്ള കരുത്തുറ്റ യുവത്വങ്ങളാണ് മുന്നോട്ട് കടന്നു പോകുന്നത്, ഇരുളിൽ തപ്പുന്നത്. അവർക്കൊരു വെളിച്ചമേകാൻ നമ്മുടെ നേതാക്കന്മാരുടെ ഒരു പ്രഖ്യാപനങ്ങളെങ്കിലും അവരുടെ കൊട്ടാരങ്ങളിലേക്ക്, അവരുടെ കുടിലുകളിലേക്ക്, അവരുടെ മട്ടുപ്പാവുകളിലേക്ക് കടന്നു ചെന്നാൽ, കടന്നു ചെല്ലുന്നു സഹോദരങ്ങളെ. ചെന്നാലെന്നല്ല, ചെല്ലുന്നു. ലോകത്തിൽ അതുകൊണ്ടാണ് ഇത്രയും വലിയ സ്വീകരണം. നമ്മുടെ പ്രതീക്ഷയാണ് വലുത്. വലിയ പ്രതീക്ഷയാണ് ലോകത്തിന് ഈ പ്രസ്ഥാനം കൊടുക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആലോചിക്കണം, ആത്മാർത്ഥമായി ചിന്തിക്കണം. ഞാൻ പറഞ്ഞു വന്നത് ലോകത്തിന്റെ നിസാരത അത് നിന്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചാൽ മാത്രമാണ് പരലോകത്തിന്റെ വിശാലത. അത് നിന്റെ ഹൃദയത്തിൽ രൂഢമൂലമാക്കിയാൽ മാത്രമാണ് അല്ലാഹുവിന്റെ പരലോകത്തിൽ വിജയിക്കാൻ പറ്റുക. നിങ്ങൾ ആലോചിക്കണം സഹോദരങ്ങളെ, എന്തെല്ലാം അപകടങ്ങളാണ്, എന്തെല്ലാം പ്രതിസന്ധികളാണ്. കുറെ ചെറുപ്പക്കാര് സുബ്ഹാനല്ലാഹ്, ഞാൻ ഓർത്തു പോവുകയാണ്. ഒരു സ്ഥലത്ത് കണ്ണൂർ ജില്ലയിൽ ഒരു പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ യാത്ര ചെയ്തു പോകുമ്പോൾ അവിടെ പറഞ്ഞത് യുവത്വത്തെ കുറിച്ചാണ്. തച്ചുടച്ചു കളയുന്ന അതിമനോഹരമായ യുവത്വത്തിന്റെ പ്രസക്തമായ പ്രൗഢമായ ചില ഭാഗധേയങ്ങളാണ് ഞാൻ അവിടെ അടയാളപ്പെടുത്തിയത്. അവിടെയുള്ളൊരു ചെറുപ്പക്കാരൻ വിളിച്ചു പറയുന്നു, ഉസ്താദേ, നിങ്ങൾ ദ്വാരക്കണം. എനിക്ക് നേരിട്ട് പറയാനുള്ള മടി കൊണ്ടാണ്. നിങ്ങൾ ദ്വാരക്കണേ. ഞാൻ എല്ലാം നിർത്തി. ഞാൻ വിട പറഞ്ഞുപോയി. അല്ലാഹുവിന്റെ ദീനിലേക്ക് ഞാൻ അടുക്കാൻ തീരുമാനിച്ചു എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ചെറുപ്പക്കാരൻ വിതുമ്പിക്കൊണ്ട് പറയുകയാണ്. എന്നിട്ട് അയാൾ പറയുകയാണ്, ഉസ്താദേ, നിങ്ങൾക്കറിയുമോ, പ്രഭാത സമയങ്ങളിൽ കണ്ണൂർ സിറ്റിയിലേക്ക് ഞാൻ കടന്നു പോകാറുണ്ട്. കണ്ണൂർ സിറ്റിയിൽ പരപരാ നേരം വെളുക്കുന്നതിന് മുമ്പ് പ്രഭാത സമയത്തിൽ പോകാറുണ്ട്. സുബഹി നിസ്കാരം ഏറ്റവും നല്ല ഖിറാഅത്തുള്ള ആളിന്റെ പുറകിൽ നിൽക്കാനല്ല, ഏതെങ്കിലും വലിയ ജമാഅത്തിൽ പങ്കെടുക്കാനല്ല. ഞാൻ കണ്ണൂർ സിറ്റിയിൽ പോകുന്നത് എന്റെ ഇഷ്ടതാരത്തിന്റെ സിനിമ റിലീസാകുമ്പോൾ, ഞാൻ ഇഷ്ടപ്പെടുന്ന താരം, ഫിലിം ആക്ടർ, അദ്ദേഹത്തിന്റെ പടം, പിക്ചർ റിലീസാകുമ്പോൾ അതിനു വേണ്ടിയിട്ട് അന്നത്തെ ദിവസം ആദ്യം ടിക്കറ്റ് എനിക്ക് കിട്ടണം. ഞാനൊരു ഭാഗ്യം പോലെ അത് കണ്ടുപോയി. ആവേശത്തോടെ നേരം വെളുക്കുന്നതിന് മുമ്പ് അവിടെയുള്ള വാച്ചറും അവിടെയുള്ള കൗണ്ടറിലുള്ള ആളുകളും വരുന്നതിന് മുമ്പ് ആ ഗേറ്റിൽ പിടിച്ച് ഞാൻ പലപ്പോഴും നിന്നുപോയി. ക്യൂവിൽ ഒന്നാമൻ ഞാനായിരിക്കണം, ആ ടിക്കറ്റ് ആദ്യം എനിക്ക് കിട്ടണം എന്ന് ചിന്തിച്ച് നിന്നുപോയ, കൊഴിഞ്ഞുപോയ എന്റെ കറുത്ത നാളുകളെ ഞാൻ വിട പറയുകയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, മാറ്റം അനിവാര്യമാണ്. അത് സ്വമേധയാൽ ചിന്തിക്കേണ്ടതാണ്. സുബ്ഹാനല്ലാഹ്,
ആ ചെറുപ്പക്കാരനുണ്ടായ മാറ്റങ്ങളുടെ ബാക്കി പത്രങ്ങൾ ഞാൻ പറയുന്നില്ല, സമയം പോരാ. ഇപ്പൊ ലക്ഷക്കണക്കിന് സ്വലാത്ത് ചെല്ലുകയാണ്. എന്തിനാണെന്നറിയുമോ? ആരംഭപ്പൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന സ്നേഹ സാഫല്യങ്ങളുടെ സുവർണ തീരങ്ങളിൽ സ്നേഹ സായൂജ്യത്തിന്റെ സായാഹനങ്ങൾ തീർത്ത പ്രവാചക പരിശ്രേഷ്ഠർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുരാഗത്തിന്റെ അനന്തകോടി അരുണകിരണങ്ങളുടെ പ്രോജ്വല പ്രഭ കൊണ്ട് അനുഗ്രഹീതമായി കിടക്കുന്ന പുണ്യമായ മദീനയുടെ മന്ദമാരുതന് അനുരാഗ ചരിത്രങ്ങൾ പറയാൻ പറ്റുന്നത് പോലെ ലോകത്തൊരു അനുരാഗ തീരം ലോകത്തുണ്ടോ സഹോദരങ്ങളെ? അവിടുത്തെ പ്രഭാതം പോലെ സുന്ദരമായ ഒരു പ്രഭാതം, അവിടുത്തെ പ്രദോഷം പോലെ അനുഗ്രഹീതമായ ഒരു പ്രദോഷം, അവിടുത്തെ മന്ദമാരുതൻ പോലെ വളരെ വർണ്ണനീയമായ ഒരു മന്ദമാരുതൻ ലോകത്ത് ഏതെങ്കിലും ഒരു ഭൂമിയിലുണ്ടോ? ആ രാജകുമാരനെ ഒന്ന് കാണാനാണ് സ്വലാത്ത് ചെല്ലുന്നത്. ആ ചെറുപ്പക്കാരന് അള്ളാഹു കൊടുത്ത മാറ്റമാണ്, നമ്മുടെ കഴിവല്ല. നിങ്ങളെപ്പോലെയുള്ള സദസ്യരായ മുഅ്മിനീങ്ങൾ ഇഖ്ലാസോടെ ആമീൻ പറയുമ്പോൾ, ഉലമാക്കളായ പണ്ഡിതന്മാരായ മഹാന്മാരായ സാദാത്യങ്ങളടക്കമുള്ളവർ നമ്മുടെ പിന്നിൽ നിന്ന് നമ്മളെ ആശീർവദിക്കുമ്പോൾ പടച്ചവൻ നൽകുന്നൊരു കബൂലിയത്താണ്. മനസ്സ് റബ്ബിന്റെ അടുക്കലാണ്, മനസ്സ് അല്ലാഹുവിന്റെ അടുക്കലാണ്. അതുകൊണ്ട് ആലോചിക്കണം, എന്റെ മനസ്സ് ഞാനാണ് ക്ലിയർ ആക്കേണ്ടത്. ഞാനിപ്പോ കണ്ണടഞ്ഞു പോയാൽ, ഞാൻ ഈ ഭൗതിക പ്രമത്തതയിൽ അഭിരമിച്ചു പോയാൽ, ഞാനിപ്പോ ആരുടെയെങ്കിലും തോളിലേറി പള്ളിക്കാട്ടിലേക്ക് കടന്നു പോയാൽ ഞാൻ രക്ഷപ്പെടുന്നൊരവസ്ഥയിലാണോ എന്റെ പ്രവർത്തനം? ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കണം സഹോദരങ്ങളെ. കുറെ ആളുകൾ സിനിമാ ലോകത്ത് അഭിരമിച്ചു പോയി. ന്യൂ ജനറേഷന്റെ ട്രെൻഡുകൾ പറയാനുള്ള സമയം പോരാ. സുബ്ഹാനല്ലാഹ്, നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇനിയൊരു പ്രവാചകൻ വരാനില്ല, ഇനിയൊരു പ്രവാചകൻ വരാനില്ല. ആ പ്രവാചകരുടെ പിന്തുടർച്ചക്കാരായ ഉലമാക്കളുടെ പ്രോജ്വലമായ പ്രഭാകിരണങ്ങളാണ് ദുനിയാവിൽ നീ പ്രതീക്ഷിക്കാനുള്ളത്. ഇനിയൊരു പ്രവാചകൻ വരാനില്ല. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ആ പുണ്യമായ കലിമത്തിന്റെ അവതരണത്തോടെ, ആ ഖുർആനിന്റെ അധ്യാപനത്തോടെ സഹോദരങ്ങളെ ദീൻ പൂർത്തിയായി പോയി. ഇനിയൊരു പ്രവാചകന്റെ, ഒരിക്കലും പ്രവാചകന്റെ ഗമനം കാണാനുള്ള ഒരു കാലമോ ലോകമോ ലോകരോ ഇനി വരാനില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അന്ത്യനാളിന്റെ അടയാളങ്ങൾ ഒരു മാലയിൽ നിന്ന്, ആ മാലയുടെ അതിന്റെ തസ്ബീഹ് മണിയുടെ മുത്തുമണികൾ അതിന്റെ വള്ളി പൊട്ടിയിട്ട് താഴെ കുതിർന്ന് ഒന്നിന് പുറകെ ഒന്നായി വീഴുന്നത് പോലെ ഓരോ അടയാളങ്ങളും നമ്മുടെ കൺമുമ്പിലൂടെ കണ്ടുപോകുന്ന കാലമല്ലയോ? നമ്മുടെ മുൻഗാമികളായ പൂർവീകരായ ആളുകൾ അവരുടെ സ്വപ്ന ലോകത്ത് പോലും കടന്നു വരാത്ത എത്രയോ എത്രയോ അപകടങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് ആലോചിക്കണം, അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു പ്രോജ്വലമായ ജീവിതം, ആ ജീവിതം നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും. ഇസ്ലാം എന്ത് എന്ന് ചോദിച്ചാൽ, ഒരാൾ എവിടെ ഇസ്ലാം എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ കുറെ നല്ല വിശ്വാസികൾ ഉണ്ടാകണം. അല്ലാതെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സംഭവമല്ല. നമ്മളൊക്കെ ഇസ്ലാമാണ്. നമ്മൾ മുസ്ലിമീങ്ങളാകുമ്പോൾ ഇസ്ലാം ഇവിടെ അതിജയിക്കുകയാണ്. നമുക്ക് പുതിയ തലമുറയ്ക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളോട് പുച്ഛമാണ്, പരിഷ്കാരങ്ങളാണ് അവരുടെ മേച്ചിൽപ്പുറങ്ങൾ. സഹോദരങ്ങളെ, അവൻ SSLC പാസ്സായി കഴിഞ്ഞാൽ അന്നുവരെ തലയിലൊരു തൊപ്പിയിട്ടുകൊണ്ടാണ് പള്ളിക്കൂടത്തിൽ പോയിരുന്നത്. +1 പോയാൽ ഇനിയിപ്പോ ഞാൻ +1 ആയി, ഞാൻ ഹയർ സെക്കൻഡറി ലെവലായി, ഇനിയിപ്പോ ഈ തൊപ്പി വളരെ മോശമാണ്, തൊപ്പി താഴേക്ക് അവൻ അഴിച്ചു വെക്കുകയാണ്. നല്ലൊരു ജോലി കിട്ടിയാൽ അന്നുവരെ താടിയുള്ളൊരു ചെറുപ്പക്കാരൻ ആ ഉദ്യോഗത്തിന്റെ പ്രൗഢിക്ക് വേണ്ടി ആ താടി അങ്ങ് വടിച്ചു കളയുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് ഒരു നിഅമത്ത് നൽകുമ്പോൾ കൂടുതൽ നന്ദി ചെയ്യേണ്ടതിന് പകരം നന്ദികേട് കാണിക്കുന്ന പുതിയ തലമുറയാണ്. കൂടുതൽ നന്ദി ചെയ്യണം, കൂടുതൽ
ഒന്നും കൂടി ഇസ്ലാമിന്റെ രീതി ഭാവങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. നമ്മളോ അള്ളാഹുവിന്റെ ദീനിനെ പടച്ചോനൊരു ചെറിയ നിഅമത്ത് വരുമ്പോൾ ബാക്കിയുള്ളത് നമ്മളെ തച്ചുടച്ചു കളയാണ്. നിങ്ങൾ ആലോചിക്കണം, ഒരു ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ബിരുദങ്ങളുടെ അക്ഷരമാല കൂട്ടങ്ങളോ സ്വന്തം പേരിനോടത്ത് മേമ്പൊടി ചേർത്ത് എഴുതി വെച്ചു പോയാൽ പിന്നെ ദീനിന്റെ നിയമങ്ങളോട് പുച്ഛമാണ്. എല്ലാവരെ കുറിച്ചുമല്ല പറയുന്നത്. ഇത് പറയുമ്പോൾ പുതിയ തലമുറ വല്ലാത്ത വേദനയോടെ, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്നത്, പഠിക്കണ്ടയോ, കലാലയങ്ങളിൽ പോകണ്ടയോ, ഞങ്ങളും അഭ്യസ്ത വിദ്യരാകണ്ടയോ, ആകണമെന്നാണ് പറയാനുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള അധ്വാനമാണ് നമ്മുടെ ഉലമാക്കൾ. ആഗോളതലത്തിൽ അവരെ ത്യാഗപ്പെടുന്നത്. സമുദായത്തിന്റെ 2 വിദ്യാഭ്യാസവുമുള്ള മക്കളുണ്ടാകണം. എല്ലാ ഡോക്ടർമാരെയും ഇസ്ലാമിന് ആവശ്യമില്ല. എല്ലാ എഞ്ചിനീയേഴ്സിനെയും ഇസ്ലാമിന് ആവശ്യമില്ല. എല്ലാ അഡ്വക്കേറ്റ്സിനെയും മുഴുവൻ വക്കീലുമാരെയും ഇസ്ലാമിന് ആവശ്യമില്ല. ഇസ്ലാമിനാവശ്യം മുസ്ലിമായ ഒരു ഡോക്ടറെയാണ്. ബിസ്മി പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ ആത്മീയ അവബോധമുള്ള ഒരു ഡോക്ടറെയാണ് ചെറുപ്പക്കാരായ ഇസ്ലാമിനാവശ്യം. കള്ളം പറയാത്ത ഒരു വക്കീലിനെയാണ് ഇസ്ലാമിനാവശ്യം. അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഒരു എഞ്ചിനീയറെയാണ് ഇസ്ലാമിനാവശ്യം. അതുകൊണ്ട് ഞാൻ ഒരല്പം കൂടി കേറിയങ്ങ് പറയാണ്, നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. ഒരു വഖത്ത് നിസ്കാരം ഖളാ ആക്കിയിട്ട് കിട്ടുന്ന പഠനം, ഒരു വഖത്ത് നിസ്കാരം, നിങ്ങൾ ആലോചിക്കണം ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, നമ്മുടെ മക്കളിൽ ആശങ്കകൾ എന്തെങ്കിലും ഉണ്ടോ? അവരുടെ തുണി ഉരിഞ്ഞു കളഞ്ഞാലും നമുക്ക് വിഷയമില്ല. അവർക്ക് CBSE സെലക്ഷൻ കിട്ടിയാൽ മതി. അവരാ പാവാട ഇട്ടാലും വിഷയമില്ല. അവരുടെ തുട മറ്റുള്ള ആളുകൾ കണ്ടാലും വിഷയമില്ല. അവരുടെ തട്ടം താഴേക്ക് വീണുപോലെ പോയാലും വിഷയമില്ല. എന്റെ മകൾ ഇംഗ്ലീഷ് സംസാരിക്കണം, എന്റെ മകൻ ഇംഗ്ലീഷ് സംസാരിക്കണം. ഇങ്ങനെ കേവലം ഭൗതികമായ തലം മാത്രം ചിന്തിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം കെട്ട ചില ഉപ്പമാരുള്ള ലോകമാണ്. സഹോദരങ്ങളെ, എത്ര വലിയ അപകടമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രായപൂർത്തി എത്തിയത് മുതൽ, നിസ്കാരം നിർബന്ധമായത് മുതൽ നീ ഒരു വഖത്ത് നിസ്കാരം ഖളാക്കിയിട്ട് സമ്പാദിക്കുന്ന പഠനമാണോ? ആ പഠനത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്തില്ല. ആ പഠനത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുകയില്ല. ആ പഠനം കൊണ്ട് കിട്ടുന്ന തൊഴിൽ അല്ലാഹു അംഗീകരിക്കുകയില്ല. ആ തൊഴിൽ കൊണ്ട് കിട്ടുന്ന ശമ്പളം, അത് കഴിക്കുന്നവരുടെ ദുആയ്ക്ക് എങ്ങനെ ഇജാബത്ത് കിട്ടും? നിങ്ങൾ ആലോചിക്കണം. നിസ്കാരം ഖളാ ആക്കിയിട്ട് ജീവൻ നിലനിൽക്കുന്നിടത്തോളം കാലം അതിന്റെ ഗൗരവം ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാൻ ചെറുത്തങ്ങ് പറയുകയാണ്, മക്കളുടെ വിദ്യാഭ്യാസത്തിനോടൊപ്പം അവരുടെ ആത്മീയ വശങ്ങളും ഒന്ന് ചിന്തിക്കാനുള്ളൊരു തയ്യാറെടുപ്പുണ്ടാകണം. അതുകൊണ്ട് പൊന്നുമോനെ, പൊന്നുമോളെ, നീ പഠിക്കണം. ദീൻ പണയപ്പെടുത്തിയിട്ടുള്ളൊരു പഠനം ഇസ്ലാമിന് വേണ്ട. നീ പരിഷ്കാരിയായിട്ടുള്ളൊരു പഠനം ഇസ്ലാമിന് ആവശ്യമില്ല. നിനക്ക് കുറെ സർട്ടിഫിക്കറ്റുകൾ അവസാനം കിട്ടി, എല്ലാത്തിലും A+ ആണ്, എല്ലാത്തിനും A ഗ്രേഡാണ്, വലിയ കാര്യപ്പെട്ട ആളായി മാറി. പക്ഷേ നിസ്കാരത്തിന്റെ സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ ഒരുപാട് മൈനസാണ്. നോമ്പ് നോക്കുമ്പോൾ പ്രശ്നമാണ്. ശാരീരികമായ ശുദ്ധി നോക്കുമ്പോൾ പ്രതിസന്ധിയാണ്. അപകടങ്ങളാണ് നിന്റെ ആത്മീയ ലോകത്ത് മുഴുവനും കാണുന്നത്. അങ്ങനെ ഒരു ഉദ്യോഗമോ, അങ്ങനെ ഒരു പഠന മുന്നേറ്റമോ ഒരിക്കലും ലോകത്ത് ഇസ്ലാം ആവശ്യപ്പെടുന്നില്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയട്ടെയോ, അള്ളാഹുവിനെ പേടിയുള്ള സിവിൽ സർവീസ് കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന നല്ല ബുദ്ധിയുള്ള മക്കൾ കടന്നു വരട്ടെ. ഡോക്ടർമാര് മാത്രമല്ല, എഞ്ചിനീയേഴ്സ് മാത്രമല്ല, അങ്ങനെയുള്ള ആളുകൾ മാത്രമല്ല, കേവലം പ്രൊഫഷണൽ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത ആളുകളല്ല, നല്ല IPS ഉദ്യോഗസ്ഥന്മാർ, നല്ല IFS ഉദ്യോഗസ്ഥന്മാർ, നല്ല IAS ഉദ്യോഗസ്ഥന്മാർ കടന്നു വരട്ടെ. സമുദായത്തിന് പ്രൗഢി ഉണ്ടാകട്ടെ. സഹോദരങ്ങളെ, അതൊന്നും ഒരിക്കലും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല, ഇസ്ലാം പ്രോത്സാഹനം കൊടുത്തതുപോലെ ലോകത്ത് ഒരു മതവും പഠനത്തിന് ഉയർച്ചയ്ക്ക് പ്രോത്സാഹനം കൊടുത്തിട്ടില്ല എന്നത് ഈ ഖറ എന്നുള്ള ഒരു പദത്തെക്കുറിച്ച് മാത്രം പഠിക്കുമ്പോൾ മനസ്സിലാകും. ലോകത്തിന്റെ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാകുന്ന ഖുർആൻ 15 നൂറ്റാണ്ടിന്റെ പഴക്കം
പഴക്കമുണ്ടായിട്ടും ഒരു വള്ളി പുള്ളി വിസർഗ വ്യതിയാന വ്യത്യാസമില്ലാതെ മാലോകര മുഴുവനും വിജ്ഞാനത്തിന്റെ വിസ്ഫോടനങ്ങളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഖുർആൻ 1500 വർഷത്തിന്റെ പഴക്കമുണ്ടായിട്ടും ഇന്നുവരെ ഒരാശയം തിരുത്തേണ്ടി വന്നിട്ടില്ല, ഒരാദർശം മാറ്റേണ്ടി വന്നിട്ടില്ല, ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റമുണ്ടാക്കേണ്ടി വന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതല്ലയോ മഹാത്ഭുതം? ഇങ്ങനെ ഒരു ഗ്രന്ഥം ദുനിയാവിലില്ല, ഇങ്ങനെ ഒരു ഗ്രന്ഥം ദുനിയാവിലില്ല. ഖുർആനല്ലാത്ത അള്ളാന്റെ ഖുർആൻ മാത്രം. ലോകത്തിൽ പല സയന്റിസ്റ്റുമാരും സത്യങ്ങളാണ് എന്ന് ചില മിഥ്യകളും എഴുതി വച്ചിരുന്നു. സത്യങ്ങളാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു പോയി. ഖുർആൻ കടന്നു വന്നു, അവരെ തിരുത്തി. ഇതെല്ലാം അബദ്ധജടിലമാണെന്ന് അവർ മനസ്സിലാക്കി. അവര് പിന്നെയും തിരുത്തി. കാറ്റ് സ്റ്റീവൻസിനെ പോലെ, ഗിത്താറോ ദിക്കോശിയെ പോലെ, കാഷിഷ് ക്ലേയെ പോലെ, മുഹമ്മദ് അസദിനെ പോലെ, കമലാ സുരയ്യയെ പോലെ എത്രയോ ലോകത്തിലുള്ള പ്രതിഭകളായ ആളുകൾ, ലോകത്തിൽ വിലാസമുള്ള ആളുകൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരാൻ കാരണമായ ഖുർആൻ. ആ ഖുർആൻ ആദ്യമായി ലോകത്തോട് പറഞ്ഞത് എന്താണ്? ആദ്യത്തെ പദം ഇഖ്റഅ, ഇഖ്റഅ എന്ന് മാത്രമല്ല, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. കണ്ടോ, ഒറ്റ വാക്കിലെല്ലാം സമൂലം ഉൾപ്പെടുത്തി. വലിയ അത്ഭുതമാണ് ആ ഒരു വാക്ക്. ചിന്തിച്ചിട്ടുണ്ടോ? പുതിയ തലമുറയോട് ഞാൻ ചോദിക്കാൻ, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ബിസ്മി പറഞ്ഞു വായിക്കാൻ പറ്റുന്നത് വായിക്കണം. എത്ര മനോഹരം! ബിസ്മി പറഞ്ഞു വായിക്കാൻ പറ്റാത്തത് നിങ്ങൾ വായിക്കരുത്. പെങ്ങളെ, മംഗളം വായിക്കുമ്പോ ബിസ്മി പറയാൻ പറ്റുമോ? ഇല്ല. ചെറുപ്പക്കാരാ, അശ്ലീലതകൾ വായിക്കുമ്പോൾ ബിസ്മി പറയാൻ പറ്റുമോ? ഇല്ല. നിന്റെ പാഠങ്ങൾ ഭൗതികമായ പാഠങ്ങളാകട്ടെ, നിനക്ക് ബിസ്മി പറയാം, നിനക്ക് ബിസ്മി പറയാം. അതാണ് പറഞ്ഞത്, ബിസ്മി പറഞ്ഞ് വായിക്കാൻ പറ്റുന്നതെന്തും നിനക്ക് വായിക്കാം. നീ ഒരു ഫേസ്ബുക്കിലെ അല്ലെങ്കിൽ ഗൂഗിളിലെ ഒരു ബ്ലോഗ് നീ ഓപ്പൺ ചെയ്യുമ്പോൾ നീ ഒന്ന് നോക്കണം അതിന്റെ ഹെഡ്ലൈൻ. നിനക്ക് ബിസ്മി പറഞ്ഞ് ഓപ്പൺ ചെയ്യാനോ വായിക്കാനോ പറ്റുന്നതാണോ? എന്നാൽ നിനക്കത് വായിക്കാം, അതിലൂടെ വിജ്ഞാനം കരസ്ഥമാക്കാം. അത് ഗൂഗിള് തുറന്നാൽ നരകത്തിൽ പോകുമെന്ന് ആരും പറയുന്നില്ല. ഏത് ഓഫീസിലാണെന്ന് നെറ്റ്വർക്ക് സംവിധാനമില്ലാത്തത്? എവിടെയാണ് നെറ്റിന്റെ ഉപയോഗമില്ലാത്തത്? അത് ഉപയോഗിക്കാതിരിക്കാൻ ഒരു മെയിൽ ഐ ഡി എങ്കിലും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു കാലമായി കാലത്തിന്റെ കോലം മാറിയില്ലയോ? അവിടെയാണ് ഒരു SSFകാരന് കടന്നു ചെല്ലാനുള്ളത്, തിന്മകൾക്കെതിരെ ശബ്ദിക്കാനുള്ളത്. പുതിയ തലമുറയുടെ അപകടങ്ങൾ, ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെ അവനോട് അവബോധത്തിന്റെ മാർഗങ്ങളിലൂടെ അവനെ സംസ്കരിച്ച് മുന്നോട്ട് പോകാനുള്ളത്. ഒരു തിരുത്തെഴുത്തിന് ഇനിയും നാം പിന്നോട്ട് പോയിക്കൂടാ, മുന്നോട്ട് കടന്നു വരണം. ലോകം പ്രതീക്ഷിക്കുന്നത് നമ്മളെയാണ്, ലോകം കാത്തിരിക്കുന്നത് നമ്മുടെ സമുദ്ധാരണമാണ്. കാരണം ഒരാളിന്റെ മുമ്പിലും അടിയറവക്കപ്പെടാത്ത ആദർശം പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സമ്പൂർണമായ ജിഹ്വയുമായി സമരകാഹളത്തിൽ എപ്പോഴും ഒരു ആത്മവീര്യത്തിന്റെ പടപ്പാട്ട് വീശിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന, അതാ സമരകാഹളം മുഴക്കുന്ന ഒരു വിങ്. ഇതിനെയാണ് ലോകം കൊതിക്കുന്നത്. അവർക്ക് മാത്രമേ പരിവർത്തനം ഉണ്ടാക്കാൻ പറ്റൂ. കള്ളിനോട്, ലഹരിയോട്, പെണ്ണിനോട്, കഞ്ചാവിനോട്, സിനിമാ ലോകത്തോട് സഹോദരങ്ങളെ വിട പറയണമെന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ സമൂഹത്തെ കൈപിടിക്കാൻ പറ്റൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാൻ കൂട്ടത്തിലെന്ന് പറഞ്ഞതാണ്, അതായത് നിനക്കൽപ്പം വിദ്യാഭ്യാസം കിട്ടുമ്പോൾ ഇസ്ലാമിനോട്, സംസ്കാരങ്ങളോട് പുച്ഛമായി പോയി. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാണ്. നമ്മളെ പ്രധാനമന്ത്രി ഇപ്പോഴുള്ള ആളല്ല, ലഅനത്തുല്ലാഹി അലൈഹി. അതിന് തൊട്ട് മുമ്പ് 10 വർഷക്കാലം ഇന്ത്യ ഭരിച്ച ഒരാളുണ്ടായിരുന്നു. 2 പീരീഡ് PM, പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ. ആരായിരുന്ന ആള്? ഉസ്മാൻ ഖാൻ. നിങ്ങളൊന്ന് പറയും മനുഷ്യന്മാര്. പ്രധാനമന്ത്രിയുടെ ഇപ്പൊ ഈ ഇരിക്കുന്ന ആളിന് മുമ്പിരുന്ന ആരാ? 2 പീരീഡ്.